ഹലോ ഗൈസ് 1 ഇയറായി ഞാനിങ്ങനെ ഒരു ഹലോ ഗൈസ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വെറുപ്പിച്ചിട്ട് ഒരു ഗ്യാപ്പ് എടുത്ത് നിൽക്കണമെന്ന് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. ബട്ട് ഇത് വല്ലാത്തൊരു ഗ്യാപ്പായിപ്പോയി. വളരെ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ 1 ഇയറായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതെ മാറി നിന്നത്. അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര റിഗ്രഷൻ ഉണ്ട്. 1 ഇയർ വീഡിയോസ് ഒന്നും ചെയ്യാതെ മിണ്ടാതെ ഇരുന്നിട്ട് പെട്ടെന്നൊരു കംബാക്കിന് ഒരു കാരണമുണ്ട് കേട്ടോ. ഒരു കാരണമല്ല, കുറേ കാരണം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വില്ലയാണ് UAE-യിലെ എൻ്റെ വസതി. എനിവേ, വെൽക്കം ടു മൈ ഹോം. ഇറ്റ്സ് മൈ വേൾഡ്, അഫ്സീസ് വേൾഡ്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ആയി ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, പരപരാ വെളുക്കുന്നേ ഉള്ളൂ. താഴെ റൂമിൽ എല്ലാവരും ഉറങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ടെറസിലേക്ക് കയറി വന്നത് കേട്ടോ. അവിടെ നിന്ന് എനിക്ക് വളവള സംസാരിക്കാൻ പറ്റില്ല, ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാ റൂമിൻ്റെയും AC-ൻ്റെ ഔട്ട്ഡോർ ഫാൻ ടെറസിലാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കാരണം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ മാക്സിമം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇയർപോഡ് കയ്യിൽ വെച്ചിട്ട് പട്ടി ഷോ കാണിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും ഇനിയും വീഡിയോ നീട്ടിക്കൊണ്ട് പോവണ്ട എന്നുള്ളൊരു മൈൻഡിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സാഹസം കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് കാണാനും എന്താ പറയുക, ഞാൻ പഴയ പോലെ വീഡിയോ ചെയ്ത് ഹാപ്പി ആയിട്ട് നടക്കുന്നത് കാണാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താ പറയുക, ഇത്രയും കാലം വീഡിയോ ചെയ്യാണ്ടിരുന്ന എനിക്ക് ഭയങ്കര റിഗ്രഷൻ ഉണ്ട്. ഞാൻ എന്തിനാ ഒരു 1 ഇയറൊക്കെ ഇങ്ങനെ മുങ്ങി നടന്നത്? വീഡിയോസൊക്കെ ചെയ്യാണ്ടിരിക്കാനുള്ള കാരണങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് മടിയായി. പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ, ഞാനൊരു വീഡിയോ ചെയ്യുന്ന ആളാണ്, ഒരു ചാനലുണ്ട്, അതൊക്കെ ഞാൻ മറന്നുപോയി. അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക. അതാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. എനിവേ, ഞാനൊന്ന് മോർണിംഗ് വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു റൊട്ടീനൊന്നുമല്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ പോവും. ചിലപ്പോൾ എനിക്ക് തോന്നും എൻ്റെ വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കാം. ഒരു മിനിറ്റ്, കൈവേദനിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നും എൻ്റെ വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കുകയാണ്. ആ ടൈമിൽ ഞാൻ ഭയങ്കര ഡയറ്റും നടക്കാൻ പോലൊക്കെയാണ്. പിന്നെ എനിക്ക് മടിയാവും, ഞാൻ നിർത്തും. പിന്നെ ഞാൻ വിചാരിക്കും എന്താ ഇപ്പോൾ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഇങ്ങനെ വെറുതെ ഡയറ്റൊക്കെ എടുത്ത് എന്താ പറയുക എക്സസൈസൊക്കെ ചെയ്തിട്ട് എനിക്കിപ്പോൾ കാര്യം ആരെ കാണിക്കാനാ? ആവശ്യത്തിനുള്ള ഹെൽത്തി ബോഡി എനിക്കുണ്ട്. ഇനി ഓവറായിട്ട് നമ്മൾ അത്യാഗ്രഹിച്ച് ഓരോന്ന് ചെയ്താൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാവുമല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യലുണ്ട്. ചിലപ്പോൾ എനിക്കിങ്ങനെ കുറ്റബോധം തോന്നിയിട്ട് വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യും, എക്സസൈസ് ചെയ്യും, ഡയറ്റ് ചെയ്യും, അങ്ങനെയാണ്. പിന്നെ എനിവേ, നമുക്ക് ഇനി വാക്കിന് പോവാം. നടന്നുകൊണ്ട് വിശേഷങ്ങൾ പറയാം. എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. അതല്ലേ നല്ല. റൂമിൽ നിന്ന് എന്തായാലും എനിക്ക് സംസാരിക്കാൻ ഒരു ഒഴിവുമില്ല. എപ്പോഴും റൂമിൽ ആരെങ്കിലുമൊക്കെ കാണും, ഡ്യൂട്ടി ഇല്ലാത്തവരാരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് പുറത്തുനിന്ന് എടുക്കാം. ഓക്കെ. എനിവേ, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എനിക്ക് പണ്ട് തന്ന അതേ സപ്പോർട്ടൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇതെനിക്കൊരു സുപ്രഭാതം തോന്നി വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്യാണ്. ഇതൊരിക്കലും എൻ്റെ ഒരു കംബാക്കാണ്. ഞാൻ തുടരെ ഇനി വീഡിയോ ചെയ്യും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യും. എനിക്ക് കൈ നല്ല വേദനിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയേ പറയാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. സ്റ്റേ ട്യൂൺ. ഞാൻ ഇതുവരെ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അതിൽ ഒന്നാമത്തെ കാരണം, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് UAE-യിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. ജോബ് ഒരു 10 ദിവസത്തിനുള്ളിലാണ് എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നതും ഓഫർ ലെറ്റർ വരുന്നത്, ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഡൈജസ്റ്റായി ഞാൻ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ നല്ലൊരു ടൈം എടുത്തു കേട്ടോ. ആ സമയത്തൊക്കെ എൻ്റെ ഫോൺ ഡാമേജ് ആയിരുന്നു. അതൊന്ന് റെഡി ആയിട്ട് സാലറി ഒക്കെ കിട്ടി എൻ്റെ മെയിൻ പ്രിഫറൻസൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഒരു ഫോൺ വാങ്ങിയിട്ടാവാം ഇനി വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. കാല് നല്ല രീതിക്ക് വേദനിക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഇവിടെ ഈ പുല്ലിലിരിക്കുക കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കഥ പറയാം. ഓക്കെ. അങ്ങനെ ഫോൺ വാങ്ങിയെങ്കിൽ പോലും ഞാൻ 3-4 മാസം എടുത്ത് അതിന് ഒന്ന് മാറി നിന്നില്ലേ. അങ്ങനെ വന്നപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനുള്ള ടച്ചൊക്കെ വിട്ടുപോയി.
പിന്നെ അത് കഴിഞ്ഞെങ്കിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി. അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി എൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ. സമയത്തിന് ഉറക്കം, വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, കുറേ സ്ട്രെയിൻ എടുക്കണം. അങ്ങനെ സ്ട്രെയിൻ എടുത്ത് വെറുതെ ഹെൽത്ത് മോശമാക്കേണ്ടെന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് പോട്ടെ എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജോബിലും എൻ്റെ ഹെൽത്തിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നു. ഇതിനൊക്കെ പുറമേട്ട് എനിക്ക് നല്ല ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഫാമിലി ഇഷ്യൂസും എൻ്റെ ഹെൽത്തും ജോബും എല്ലാം കൂടെ എനിക്ക് നല്ല പോലെ ഒരു വല്ലാത്തൊരു സ്ട്രെയിനായിരുന്നു. ഞാൻ കുറേ കഷ്ടപ്പെട്ടു ആ ഒരു പീരീഡ് ഒന്ന് മൂവ് ഓൺ ആയി. എന്നെ എടുത്തുകൊണ്ട് നടക്കാൻ ഞാൻ നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴേക്ക് എനിക്ക് ആ ടച്ച് വിട്ടു. എനിക്കിങ്ങനെ ഒരു ചാനലുണ്ട്, വീഡിയോ ചെയ്യുന്ന ആളാണ്, വീഡിയോസ് ഇടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ടുപോയി. ഫോണ് കൈ പിടിച്ച് സംസാരിച്ചിട്ടേ എൻ്റെ കൈ ആകെ കടഞ്ഞ് ഒരു പരിവായി. അപ്പോൾ ഞാനിതാ കുപ്പി സ്റ്റാൻഡാക്കിയൊക്കെ വെച്ചിട്ട് കഥ പറയാതിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തി എല്ലാം സെറ്റായി വന്നപ്പോഴേക്ക്, ഫോണൊക്കെ സെറ്റായി വന്നപ്പോഴേക്ക് എനിക്ക് പിന്നെ വീഡിയോ ചാനലിൽ ടച്ച് വിട്ടുപോയി. ആ ഒരു മൂഡ് വിട്ടുപോയി. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്യുന്നവർക്കറിയാം, ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ പിന്നെ നമുക്ക് ആ വീഡിയോയിലോട്ട് അങ്ങ് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. ഞാനാണെങ്കിൽ ഈ വീഡിയോസൊക്കെ നിർത്തുന്നത് മോണിറ്റൈസേഷൻ ആവാൻ 150 hours ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പൊട്ടത്തരം ചെയ്യുന്നത്. പക്ഷെ അത് എനിക്ക് മോണിറ്റൈസേഷൻ ആവണം എന്നൊരാഗ്രഹം ഭയങ്കരമായിട്ടൊന്നും ഇല്ലായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു സ്വപ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറേ അങ്ങോട്ട് വീഡിയോ കുറച്ച് റീച്ചായി പോയപ്പം ഞാൻ പോലും അറിയാണ്ട് എൻ്റെ വാച്ച് അവർ കൂടി വരുന്നത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ത്രില്ലായി ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്തിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ എത്തിയപ്പം എല്ലാം തകിടം മറിഞ്ഞു, എല്ലാ കണക്ക് കൂട്ടലും തെറ്റി. പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വളരെ മോശമായ രീതിയിലുള്ള ഇഷ്യൂസാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അങ്ങ് നിർത്തി. എനിക്ക് കറക്റ്റ് ഉറക്കവും, എന്തായാലും ഡ്യൂട്ടി സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൂടുതൽ ലീവൊന്നും ഇല്ലല്ലോ, വീക്ക്ലി വൺസ് ഒരു ലീവ് ഉണ്ട്. അതന്നെ ഞാൻ മാക്സിമം ഉറങ്ങി നല്ല പോലെ ബോഡിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ടൈം കൊടുത്തു. അങ്ങനെയൊക്കെ ആയപ്പം എൻ്റെ വീഡിയോസ് എവിടേക്കോ എനിക്ക് നഷ്ടപ്പെട്ടു. വീഡിയോ ചെയ്യാനുള്ള ത്വരയും ആ സ്കില്ലൊക്കെ എനിക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര സ്കില്ലുള്ള ആളാണെന്നല്ല കേട്ടോ പറയുന്നത്. ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു എന്തായാലും എന്തോന്ന് പറയും, ആ കൺസിസ്റ്റൻസി ഒക്കെ വിട്ടുപോയി. പിന്നെ ഞാൻ സാരമില്ല, അത് പോട്ടേന്ന് വെച്ചു. പിന്നെ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ഈ ഒരു സുപ്രഭാതത്തിലേക്ക് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു മൂഡ് വരാനുള്ള കാരണം എന്താണെന്നറിയോ? കുറേ നാളായിട്ട് ഞാൻ ഇതിന് മുന്നേ എൻ്റെ അസുഖത്തിനെ കുറിച്ച് ഇട്ട വീഡിയോയിൽ ഒക്കെ ഇങ്ങനെ കമൻസ് ആയിട്ട് വരുന്നുണ്ട്, അസുഖത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, എന്തായി അസുഖം എന്നൊക്കെ ചോദിച്ചിട്ട്. ഈ അടുത്തായിട്ട് എനിക്ക് ലാസ്റ്റ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോൻ്റെ താഴെയായിട്ട്. എന്താ പറ്റിയത്, അസുഖം മാറിയിട്ടുണ്ടോ, പിന്നെ അല്ലെങ്കിൽ അസുഖം വല്ലതും കൂടിയോ, അതുകൊണ്ടാണോ വീഡിയോസ് ഒന്നും കാണാത്തതെന്ന് ചോദിച്ചിട്ട് പേരോ അഡ്രസ്സോ നേരിട്ട് പരിചയമൊന്നും ഇല്ലാത്ത ഒരാൾ എന്നോട് ചോദിച്ചു. അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയി. അപ്പോൾ തൊട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ ചെറിയ ക്ലിപ്സൊക്കെ എടുക്കാൻ തുടങ്ങിയത്. എന്തെങ്കിലും ഇങ്ങനെ ഒരു ടൈം എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യണം എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ത്വര വന്നു, ഇങ്ങനെ വീഡിയോ എടുക്കണം, എന്തായാലും അപ്ലോഡ് ചെയ്യണം, എന്തിനാ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതെന്ന്. അപ്പോൾ ഇനി എന്താ പറയുക, എൻ്റെ അസുഖത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരും എൻ്റെ അതേ സെയിം അസുഖം സഫർ ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ അപ്ഡേഷൻ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് പറയാം. ഓക്കെ. രാവിലെ എണീറ്റപാടെ ചായ കുടിക്കുന്ന ശീലം എനിക്ക് പണ്ട് തൊട്ടേ ഇല്ലാത്തതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സ്നാക്സൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ചായ ഉണ്ടാക്കിയിട്ട് രാവിലെയോ വൈകുന്നേരമൊക്കെ കുടിക്കാറുണ്ട്. ഇന്നിപ്പോൾ ബനാന കേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഇനിയൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മളുടെ വിഷയം എൻ്റെ അസുഖത്തിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ആണല്ലോ അല്ലേ. ഞാൻ പറയട്ടെ, എൻ്റെ
എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരും എൻ്റെ സെയിം അസുഖം സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവർ എൻ്റെ സെയിം അസുഖം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എൻ്റെ അടുത്ത് കമൻസിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇപ്പോഴത്തെ അവസ്ഥ എന്താ, ഇപ്പോൾ അസുഖം മാറിയോ. എൻ്റെ പഴയ വീഡിയോസിനടിയിലൊക്കെ കമൻ്റായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് പറയാണ്, അവർക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് പറയാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു ബ്രെയിൻ ട്യൂമർ പേഷ്യൻ്റ് എന്നുള്ള ഒരു ലിസ്റ്റിൽ പെട്ടിരിക്കുകയാണ്. എന്നാൽ എനിക്ക് ക്യാൻസറസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ക്യാൻസറസ് അല്ലാത്ത എന്നാൽ നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരം ട്യൂമറാണ് എനിക്കുള്ളത്. പലർക്കും പല രീതിയിലാണ് ഇതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകുന്നത്. എനിക്ക് കുറച്ച് അധികമായിട്ട് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ എനിക്കുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് കുറേ തവണ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഉണ്ടായതെന്ന് തന്നെ പറയാം. ഇവിടെ വന്നതിന് ശേഷം ഒരു 3-4 തവണയെങ്കിലും എനിക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ നിന്ന് എനിക്ക് ഹൈപ്രോലാക്റ്റിനോമേൻ്റെ ഇഷ്യൂ വരാറുള്ളതാണ്. ഹൈപ്രോലാക്റ്റിനോമ എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ ഇംബാലൻസ് ആവുന്നതാണ്. പ്രൊലാക്റ്റിനോമ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ എനിക്ക് ഹൈ ആവും, അതാണ് ഹൈപ്രോലാക്റ്റിനോമ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൽ പല ക്ലിപ്സും ഞാൻ ഓരോ തവണ ഹോസ്പിറ്റലിൽ പോയപ്പം ചുമ്മാ ഇങ്ങനെ ഇട്ടതാണ്. എപ്പോഴെങ്കിലും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ മൂടുണ്ടെങ്കിൽ ചെയ്യാം എന്നോർത്തിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. വന്ന സമയത്തൊക്കെ എനിക്ക് നല്ല വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഡോക്ടേഴ്സ് പലപ്പോഴും എന്നോട് പറയുന്നതാണ് ടെൻഷൻ കുറയ്ക്കാൻ, ടെൻഷൻ അടിക്കാണ്ടിരുന്ന നിനക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ എൻ്റെ ജീവിതയാത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ളതും ദുർഘടമായതും ആയതുകൊണ്ട് ഞാൻ ആ ടൈമിലൊക്കെ നല്ല രീതിക്ക് വിഷമിച്ചുകൊണ്ടിരുന്ന സമയമാണ്. എൻ്റെ ഭാഗ്യക്കേടുകൊണ്ട് പലപ്പോഴായും എനിക്ക് ആ ഹൈപ്രോലാക്റ്റിനോമ ഇഷ്യൂസ് വരികയും അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ സഹിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് നാട്ടിലുണ്ടായിരുന്നതിനേക്കാളും ഈ 4 വർഷത്തിനിടയ്ക്ക് സ്ഥിരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ റീസെൻ്റ്ലി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപാടെ എൻ്റെ തലമണ്ടേൻ്റെ ഭാഗത്തായിട്ട്, അതായത് തലയുടെ ഒരു സെൻറ്റർ പോയിന്റിലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പെയിന്. ചീപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് സ്കാർഫ് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചെന്തോ നീരിറക്കത്തിൻ്റെ പ്രശ്നമായിരിക്കും, അത് മാറിക്കോളും എന്നൊക്കെ. പിന്നെ അത് മാറുന്നില്ല, മുടി ചെയ്യാൻ പറ്റാതെ എൻ്റെ മുടി നല്ലപോലെ ജട പിടിച്ചു. എനിക്ക് പിന്നെ മുടി വെട്ടിക്കളയേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സെയിം ഏരിയയിൽ എനിക്ക് വീണ്ടും പെയിന്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമിൽ ഞാൻ കാണിക്കാനുള്ള കാര്യമൊന്നും എടുത്തില്ല, മുടി ഒന്ന് ജട കുത്തിയത് വെട്ടിക്കളഞ്ഞു, അത്രേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ആ ഒരു ഹെഡിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് തൊടാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാനങ്ങനെ ഡോക്ടറെ കാണിച്ച് MRI എടുത്തു. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ചെറിയൊരു ബൾക്കി ഒരു വീക്കം ഉണ്ടെന്ന് പറഞ്ഞു റൈറ്റ് സൈഡിലായിട്ട്. എനിക്ക് റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് പെയിൻ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം വന്ന പെയിൻ്റെ ഡെപ്ത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. എനിക്കൊന്ന് റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാൻ പറ്റാത്ത അവസ്ഥ. ഈവൻ ഞാനൊന്ന് രാത്രിയിൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിട്ട് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് അറിയാതെ ഉറക്കത്തിൽ ചെരിഞ്ഞ് പോയാൽ പോലും അവിടേക്ക് ഭയങ്കര ഹെവിനെസ്സും ഭയങ്കരമായിട്ട് പെയിനായിട്ട് ഞാൻ ആ ഉറക്കത്തിൽ നിന്ന് വരെ എണീറ്റിരുന്ന് കരയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പകൽ ഫുള്ള് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തൊന്നും പ്രശ്നമില്ല, കിടക്കാഞ്ഞാൽ മതി, അങ്ങനെ സ്കാർഫൊക്കെ ടൈറ്റായിട്ട് കുത്താഞ്ഞാൽ മതി, മുടി ചീക്കാഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ പ്രശ്നമില്ല. അല്ലാത്ത സമയത്ത് എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ആയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി കേട്ടോ. അതൊക്കെ കഴിഞ്ഞൊന്ന് മെഡിക്കേഷനൊക്കെ എടുത്ത് അതൊന്ന് റെഡിയായി വന്നപ്പോഴേക്കും എൻ്റെ തലമണ്ടയുടെ ഭാഗത്ത് വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും പെയിൻ വന്നു. അതെനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ്. അങ്ങനെ ഞാൻ വീണ്ടും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എനിക്ക് വീണ്ടും മെഡിസിനൊക്കെ എഴുതി തന്നു. കുറച്ച് ടൈം എടുത്തു അതൊന്ന് ഓക്കെ ആയി വരാൻ. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് വേറെ പ്രശ്നം, കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഭയങ്കര സ്റ്റിഫ്നെസ്. ഇതെനിക്ക് ഞാൻ വന്ന സമയം തൊട്ടേ ഉണ്ടായിരുന്നു സ്റ്റിഫ്നെസ്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർത്തു എന്തോ എൻ്റെ കിടത്തം ശരിയാവാത്തതിൻ്റെ ആയിരിക്കുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് കൺസൾട്ടേഷന് പോകുന്ന സമയത്തൊന്നും ഞാൻ ഡോക്ടറെ അടുത്ത് അതൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇത് ഭയങ്കര സിവിയറായിട്ട് ആയപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഡോക്ടറെ അടുത്ത് പറയുന്നത് എനിക്കിങ്ങനെ എപ്പോഴും ഉണ്ടാവാറുണ്ടെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു കൈക്ക് കുഴച്ചിലോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു 1 മന്ത് മെഡിസിനൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം, ഇനിയിപ്പോൾ ഇത് ഒട്ടും റെഡി ആവുന്നില്ലെങ്കിൽ ഒന്നുകൂടെ MRI എടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിന് മുന്നേയൊക്കെ പെയിനുള്ള ഇഞ്ചക്ഷൻ എടുത്തപ്പോഴും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ഞാൻ അതിനെക്കുറിച്ച് തീരെ ബോധമില്ലായിരുന്നു. ഇപ്പോൾ ഇത്തവണ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇടയ്ക്ക് കയ്യിൽ നിന്ന് ഫോൺ സ്ലിപ്പായി പോകുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നീണ്ട സമയത്ത് പരാക്രമത്തിന് ശേഷം ഇഞ്ചക്ഷൻ മരുന്ന് ഫിനിഷായി. ഇപ്പോൾ ഞാൻ ഓക്കെ ആയി, കുറച്ചെങ്കിലും എൻ്റെ മുഖത്ത് ചിരിയൊക്കെ കണ്ടില്ലേ, ഞാൻ കുറച്ചെങ്കിലും ഓക്കെ ആയി വന്നിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.